കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ടോക്ക് ടൈം റെക്കോർഡ് ചെയ്യുന്നത് പറശ്ശിനി മടപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിലെ കഴകപ്പുരയിൽ നിന്നാണ്. ഈ കഴകപ്പുരയുടെ പ്രാധാന്യം തന്നെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങൾ എന്നും നിത്യേന ഇവിടെ വരികയും ഇവിടെ പ്രത്യേക രീതിയിലൊരു ചടങ്ങുകളോടുകൂടി ആ കോലങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്ന വളരെ പവിത്രമായ അത്രയും ധന്യതയായ ഒരു പ്രത്യേക ഇടമാണ് ഈ പറശ്ശിനി മടപ്പുര കഴകപ്പുര. ഇന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത് ഈ കഴകപ്പുരയിലെ ഏറ്റവും മുതിർന്ന ഈ പറശ്ശിനി മടപ്പുര തറവാട്ടിലെ ഏറ്റവും മുതിർന്ന ഗൃഹസ്ഥ എന്ന് പറയുന്ന ലീലാമ്മയാണ്. ആദ്യമായി നമ്മൾ ലീലാമ്മയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ലീലാമ്മ. നമസ്കാരം ലീലാമ്മ. സാധാരണ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു പുണ്യ സങ്കേതമാണിത്. വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകൾ ധാരാളം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കേട്ടറിവിന് അപ്പുറത്ത് ഇത് വന്ന് അനുഭവിച്ച് ഉണ്ടാകുന്ന ഒരു സാന്നിധ്യം, ഇവിടുത്തെ സാന്നിധ്യം നമുക്ക് വന്ന് അനുഭവിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം പ്രത്യേക രീതിയിലാണ്. ഈ കഴകപ്പുരയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം മുത്തപ്പൻ മുത്തപ്പൻ മടപ്പുരയിൽ നിത്യവും കോലങ്ങൾ കെട്ടാറുണ്ട്. മുത്തപ്പൻ്റെ തിരുവപ്പന വെള്ളാട്ടമൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ കഴകപ്പുരയുടെ പ്രാധാന്യം എന്താണ്? മുത്തപ്പൻ മടപ്പുരയിലെ കഴകപ്പുരയുടെ പ്രാധാന്യം എന്താണ്? കഴകപ്പുരയിൽ പണ്ട് മരിച്ച ഗുരുകാരണവന്മാരുടെ സ്ഥാനമാണിത്. ഈ കാണുന്ന കഴകപ്പുര. ഈ കഴകപ്പുര അവിടെ എല്ലാ മാസവും നമുക്ക് ഗുരുകാരണന്മാർക്ക് അകത്ത് വെച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ഈടിയും വെക്കണം, പടിഞ്ഞിട്ടകത്ത് നമ്മളെ മൂത്ത് എല്ലാ സ്ത്രീകൾക്കും അത് വെക്കണം. അതൊരു പ്രത്യേക ദിവസം വെക്കുന്ന എല്ലാ നിത്യേന എല്ലാ മാസവും സംക്രമ ദിവസം എല്ലാ മാസത്തെ 1-ാം തീയതി ഇവിടെ വെക്കണം. അത് നമ്മൾ ആരെങ്കിലും മരിച്ചാൽ ആ 12 ദിവസം 40 ദിവസം വരെ അകത്ത് വെക്കൂല. പിന്നെ ഇവിടെ ഒരു ഭഗവതിയുണ്ട്, വിളയടത്ത് ഭഗവതി എന്ന് പറയും. അതും ഈ കഴകപ്പുരയിലൊരു സങ്കല്പമാണ്. അതിന് പ്രത്യേക ചടങ്ങുകളോ മറ്റ് സാന്നിധ്യങ്ങളോ അല്ലെങ്കിൽ വേറെ പ്രത്യേക തരത്തിലുള്ള ചടങ്ങുകളുണ്ടോ? തുലാവും 9-ാം തീയതി പുത്തരിവെള്ളാട്ടത്തിന് 10-ാം തീയതിയുടെ ഒരു പൂജയുണ്ട്. ഗുരുകാരണന്മാർക്കെല്ലാം വെക്കണം, ഭഗവതിക്കും എല്ലാം കലശം നട്ട്. ഈ പ്രത്യേക ചടങ്ങുകളെല്ലാം ചെയ്യുന്നത് ആരാണ്? അത് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതെല്ലാം മടയനും കലശക്കാരന്മാരും. ഈ തറവാടുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളാണ് ഇത്. അത് മടപ്പുരയിൽ ചെയ്യുന്ന അതേ നമ്മളെ മൂത്തതായിട്ട് നിൽക്കുന്ന മടയനുണ്ടല്ലോ, അയാളാണ് ചെയ്യേണ്ടത്. ഇപ്പം എല്ലാം ഇവർ ചെയ്യുക. മടയനിടെ വന്ന് തൊഴുത് എല്ലാം സങ്കല്പിക്കണം. ഇത് എത്ര വർഷമായി ഈ ചടങ്ങിന് സാന്നിധ്യം വഹിക്കുന്നത്? എത്ര വർഷമായിട്ടുണ്ടാവും? ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഞാനെല്ലാം ചെറുപ്പത്തിൽ ഒരു 5-10 വയസ്സുള്ള സമയത്ത് നമ്മളെ അമ്മമ്മേൻ്റെ കൂടെ ഒന്നിച്ച് നടന്ന് അങ്ങനെ പഠിച്ചതാണ്. അത് ഇത്ര വരെയായി. അത് നമ്മൾ മൂത്ത സ്ത്രീകൾക്കാണ് അത് ചെയ്യേണ്ട ഇത്. എന്നാലും എന്നെയാണ് അവിടെ അവർ ലീലമ്മ ഇപ്പൊ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ 5 വയസ്സ് മുതൽ കാണുന്നതാണെന്ന്. നമുക്കൊന്ന് നമുക്ക് തിരിച്ചു പോകാം ആ കാലത്തേക്ക്. അന്ന് എങ്ങനെയായിരുന്നു ഇവിടെ മുത്തപ്പൻ മടപ്പുരയും ഈ പറയുന്ന ഈ അവസ്ഥ എങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തെ എങ്ങനെയാണ് നിങ്ങൾ ഓർമ്മിക്കുന്നത്? അന്നത്തെ കാലഘട്ടത്തിൽ ഇതുമാതിരി തന്നെ 4 മണിക്ക് നമ്മൾ 11 മണിയാകുമ്പോഴത്തേക്ക് നിവേദ്യ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ട് കൊടുക്കണം. ചെറുപയർ, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മറ്റുവരെ അവർ അവിടുന്ന് ഒലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ചെറുപയർ അരിയും കൊണ്ട് കൊടുക്കണം. അവിടുന്ന് ഒരു 11 മണിക്ക് അത് കൊണ്ട് കൊടുത്ത ഒരു 12 മണി ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ മുത്തപ്പന് വെക്കേണ്ട ചോറ് വെക്കേണ്ട അരിയും അതിൻ്റെ സാധനങ്ങളെല്ലാം അതും കൊണ്ട് കൊടുക്കണം. അത് നമ്മൾ മൂത്ത സ്ത്രീകളാണ് കൊണ്ട് കൊടുക്കേണ്ടത്. അതായത് മുത്തപ്പന് അവിടെ കൊടുക്കേണ്ട നിവേദ്യങ്ങളെല്ലാം തയ്യാറാക്കേണ്ടത് ഈ ഒലക്കോട് എന്ന് പറയുന്ന കഴകപ്പുരയുടെ തൊട്ട് പിൻഭാഗത്തുള്ള ആ സ്ഥലത്ത് വെച്ചാണ്. അതിന് പ്രത്യേക ആളുകളുണ്ട് ഇതൊക്കെ തയ്യാറാക്കാൻ. നമ്മളെ ചെറുതകാലത്ത് നമ്മളെ കുടുംബക്കാർ തന്നെ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളെല്ലാം ചെയ്തു കൊടുത്തിന്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നെല്ല് കുത്താനൊന്നും അറിയില്ല. ഇപ്പം നമ്മൾ ജോലിക്ക് പെണ്ണുങ്ങളെ കൂലിക്ക് നമ്മൾ പണിയെടുക്കാൻ ആളാക്കാം. അവർ രാവിലെ വന്ന് കുളിച്ച് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നെല്ലെല്ലാം കുത്തുക, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടു കൊടുക്കൽ അവർ പാടില്ല. അത് നമ്മൾ മൂത്ത സ്ത്രീയോ അവർക്ക് നമുക്ക് നിങ്ങൾ വാലാമ്യം പോലെയല്ല ആയാലും മറ്റുള്ളവർ കൊണ്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടുത്തെ ഈ കഴകപ്പുരയിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെയ്യം കെട്ടി ആടിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ തെയ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചടങ്ങുകൾ എന്തൊക്കെയാണ് കഴകപ്പുരയിൽ? രാവിലെ അവിടെ ഒരു 5-5:30 മണിക്ക് തുടങ്ങും. പിന്നെ ഒരു തിരുവപ്പനയും വെള്ളാട്ടം. ആദ്യം 4 മണിക്ക് ഒരു ദിവസം തുടങ്ങുന്നത്
4 മണിക്ക് തുടങ്ങും. അതുപോലെ മല കീക്കുവാന്ന് പറയും. ദൈവത്തിനെ കുന്നത്തൂർപ്പാടിയിൽ നിന്ന് മല കീക്കുന്ന സമ്പ്രദായമാണ്. മല കീച്ചിട്ട് ഇവിടെ ചടങ്ങ് തുടങ്ങും 4 മണിക്ക്. പിന്നെ ഈടെയാണ് രണ്ടാമത്തത്. അത് 4 മണിക്ക് തുടങ്ങിയത്. ഇവിടുത്തെ സവിശേഷമായ ചടങ്ങ് 5 മണിക്ക് ഈടെ കലശത്തെട്ടെന്നറിയും. കലശത്തിൻ്റെ അടുത്ത് മലക്കിക്കോന്നാണ് നമ്മൾ പറയുക ചടങ്ങിന്. അത് മടയന്മാരും അതിൻ്റെ കലശക്കാരന്മാരും ഇവിടെ വന്നിട്ട് ആ ചടങ്ങെല്ലാം കലശക്കാരന്മാർ ചെയ്യണം. അതിനുശേഷം തെയ്യം പിന്നീട് ഇല്ല. പിന്നെ തിരുവപ്പന എന്ന് പറഞ്ഞ ദിവസം ഒരു 6 വിളക്ക് എത്തിച്ചിട്ടാകുമ്പോൾ വെള്ളാട്ടം തുടങ്ങും. ആ വെള്ളാട്ടം ഒരു 8-8:30 മണിയാകുമ്പം കഴിഞ്ഞ് ഒരു അന്ത്യവേല എന്ന് പറഞ്ഞ് ഒരു ചടങ്ങുണ്ട് രാത്രി. അത് അന്ത്യവേല എന്ന് പറഞ്ഞാൽ മടയനാണ് അതിൻ്റെ. ആദ്യകാലത്തെല്ലാം നമ്മളെ കുടുംബത്തിലെല്ലാം നമ്മളെ മൂത്ത മടയനായാൽ അയാൾ തന്നെയാണ് ആയത്. ഇപ്പം അങ്ങനെ ഇപ്പം വയസ്സെല്ലാം ആയാലും മറ്റുള്ളവ പണ്ടത്തെ ആൾക്കാരെല്ലാം വയസ്സായാലും തുള്ളലുണ്ട്. ഇന്നിപ്പോൾ അവർക്കൊന്നും അതൊന്നും കഴിയില്ല. ഇപ്പം ഓരോ മടപ്പരയിലുള്ള മടയന്മാരെ ചടങ്ങ് ചെയ്യുന്നത്. ഈ തിരുവപ്പന വെള്ളാട്ടം ഇത് വന്ന് ഈ കഴകപ്പുരയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? തിരുവപ്പനയും വെള്ളാട്ടം ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ മൂത്ത സ്ത്രീകൾ അരിയെറിഞ്ഞ് എതിരേൽക്കണം ദൈവത്തിന്. അത് ഇവിടെ വന്ന് നമ്മൾ മൂത്ത സ്ത്രീ ആരെന്ന് വെച്ചാൽ അവർ വാലാമ്യം പോലെയായാലും നമ്മളെ മക്കൾ ചെയ്യും എല്ലാ കാര്യങ്ങളും. അവർ മക്കളെ ചെയ്യുക 12 ദിവസം. ചടങ്ങ് ഇപ്പോൾ ഇതിനകത്ത് തെയ്യം, അതായത് ഇവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് മറ്റ് ഈ കഴകപ്പുരയിൽ വേറെ ഏതെങ്കിലും ചടങ്ങുകളും സവിശേഷ ചടങ്ങുകളും ഉണ്ടാകുന്നുണ്ടോ? പുത്തരി വെള്ളാട്ടം, തുലാവ് 9 അന്ന് ഇവിടെ എന്തൊക്കെയാണ് ചടങ്ങുകൾ വരുന്നത്? അന്ന് തുലാവ് 9 ദൈവത്തിൻ്റെ പുത്തരിയാ. അന്ന് മുഴുവനും വെള്ളാട്ടവും തിരുവപ്പനൊക്കെ എല്ലാ സാധനം പുതിയതായിരിക്കണം. ഈ നിവേദ്യത്തിന് എന്തൊക്കെയാണ് ഉണ്ട്? സാധാരണ നമുക്കറിയാം ഇവിടെ പിന്നെ പയർ പുഴുങ്ങിയതും തേങ്ങാപ്പുളി ഇതൊക്കെയാണ് മുത്തപ്പന്റെ നിവേദ്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉണക്കമീൻ, ചുട്ട ഉണക്കമീനും കള്ളും മറ്റൊരു നിവേദ്യമാണ്. അതിനപ്പുറത്ത് വേറെ നിവേദ്യത്തിലെ ഏതൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാവും? നിവേദ്യത്തിന് നമ്മൾ പിന്നെ പച്ചമീനും എല്ലാം പോപ്പാടായിട്ട് വെക്കും. പച്ചമീൻ ഉപയോഗിക്കും. പച്ചമീനാണ് പ്രധാനം. ഇവിടെ ആദ്യം തന്നെ ഉണ്ടായിന്. ആദ്യം ഒരു ശരാകണ്ടിന് ഇവിടെ ആദ്യത്തെ കാലം. പച്ചമീൻ അല്ല, നമ്മൾക്കത് ഒന്നും കൂടി പച്ചമീൻ നമ്മൾ സാധാരണ മത്തിയൊന്നും വെക്കൂല. മത്തി വെക്കൂല, പിന്നെ തെരണ്ടി വെക്കൂല. ബാക്കിയുള്ള മത്സ്യങ്ങളെല്ലാം വെക്കും. അത് ചുട്ടിട്ട് തന്നെ വെക്കണം. ചുട്ടെടുത്തിട്ട് ആ നിവേദ്യം ഇവിടെ നിവേദിക്കണം. വേണ്ട, അത് മടപ്പുരയിൽ മാത്രം. പിന്നെ ഇപ്പോൾ ഇവിടെ വരുന്ന തിരുവപ്പന സാധാരണ പുത്തരി വെള്ളാട്ടം കഴിഞ്ഞ ശേഷം മറ്റു ഉത്സവങ്ങൾ ഉണ്ടാവുമല്ലോ. ആ സമയത്തും പ്രത്യേക ചടങ്ങുകൾ കടകപ്പുരയിലുണ്ടാവും. പുത്തരി വെള്ളാട്ടം തുലാവ് 9-ാം തീയതിയാണ്. 9-ഉം 10-ാം തീയതി നമ്മുടെ ഇവിടുത്തെ ഗുരുകാരന്മാരെ സങ്കല്പം ചടങ്ങുകൾ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഉത്സവം. ഉത്സവത്തിന് ആ 9-ാം തീയതി 10-ാം തീയതി മുതൽ പിന്നെ വൃശ്ചികം 14-ാം തീയതി വരെക്കും ഉച്ചക്ക് വെള്ളാട്ടം മാത്രം. തിരുവപ്പന ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ ഉത്സവമായെന്നാണ് 16-ാം തീയതി 4 മണിക്ക് മലകീക്കുക. ദൈവത്തിനെ കുന്നത്തൂർപ്പാടിയിൽ നിന്ന് മലകീക്കുക എന്ന് പറയാം. നമ്മളെല്ലാം മലക്കീക്കുന്നുണ്ട് എന്നാ പറയാ, മലയേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈടെയാണ് വരിക. 5 മണിക്ക് ഇവിടുത്തെ ചടങ്ങ്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഒരു വെള്ളാട്ടം തുടങ്ങി 7 മണിക്ക്. 7 മണിക്ക് വെള്ളാട്ടം തുടങ്ങിയാൽ 8-9 മണി വരെ വെള്ളാട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ടാകുമ്പം ഒരു അന്ത്യല, അത് മടയൻ തുള്ളണ്ടതാണ്. മടയനാണ് അതിൻ്റെ ചടങ്ങ്. അത് കഴിഞ്ഞിട്ടാകുമ്പം ഒരു നാളെ രാവിലെ കെട്ടുന്ന തിരുവപ്പനയും വെള്ളാട്ടം കെട്ടുന്ന വണ്ണന്മാർ ഒരു ചടങ്ങുണ്ട്. അത് കെട്ടുമ്പോൾ നമ്മൾ പറയാം നാളെ ഇന്ന വണ്ണാനാന്ന്, മറ്റേത് വെള്ളാട്ടം ഇന്ന വണ്ണാനാന്ന്. അന്ന് നമുക്കെല്ലാം അത് ആദ്യം തീരുമാനിച്ചിട്ട് അവർ കലശം കുളിച്ചിട്ട് വരണം. വണ്ണന്മാർ കലശം കുളിച്ച് ഇവിടെ തന്നെ നിൽക്കണം. അവർ ഈ മടയന്മാരെന്ന് പറയുന്നത് ഇത് പറശ്ശിനി മടപ്പുരയിലെ കുടുംബാംഗങ്ങളല്ലേ ഇവിടുത്തെ മടയന്മാർ? പറശ്ശിനി മടപ്പുരയിലെ ആണുങ്ങളിൽ മൂത്ത ആളാണ് മടയനോട്. അവർ ആദ്യകാലത്തെ പിന്നെ മൂത്ത ആൾക്കാരെല്ലാം മടയനായിട്ടെല്ലാം കഴിഞ്ഞിന്. ഇപ്പം എല്ലാം അന്ന് 10, 22, 24 വയസ്സ് ഉള്ള ആളായിരുന്നു ആദ്യത്തെ കൊല്ലം. അയാൾ 40 കൊല്ലം മടയനായിട്ട് നിന്നിന്. 24 വയസ്സിലെന്ന് പറയുമ്പോൾ 63 വയസ്സിൽ മരിച്ചിന്. ഈ മടയന്മാർ എന്ന് പറയുന്നത് പറശ്ശിനി മടപ്പുരയിലെ ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ലാതെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിവേദ്യങ്ങൾ ഉണ്ടാക്കാൻ
പുറത്തുനിന്ന് ഇങ്ങനെ അതുപോലെ മടയന്മാരെയും ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? അതും മടപ്പര ആയിട്ട് ബന്ധവും അവർക്ക് മടപ്പര വേണം. മടപ്പരയും മടയനും ആടെ ആവണം. അവർക്ക് ഇവിടെ വന്ന് കഴിക്കാൻ പറ്റുള്ളൂ. മറ്റു മടയനാണെന്ന് പറഞ്ഞിട്ടൊന്നും വന്നുകൂടാ. പിന്നെ തെയ്യക്കോലങ്ങൾ എന്ന് പറയുന്നത് അത് നിശ്ചിത കുടുംബാംഗങ്ങളിൽ നിന്ന് മാത്രം ഇവിടെ കോലം കെട്ടേണ്ടത് അവർ കുടുംബക്കാർ മാത്രമാണ്, പുറത്തുള്ള ആൾക്കാർ ആരുമില്ല. അവരെ മക്കൾക്കും മരുമക്കൾ അങ്ങനെയാണ് അത് ഈ രീതിയിലാണ് അതും തറവാട്ടിലെ കാരണവറാത മൂത്ത ജമ്മാരി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ടാവും. അവരാണ് അതിൻ്റെ ആൾക്കാർ. അത് നമുക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കും, എത്ര വയസ്സായി ഇപ്പോൾ? എനിക്ക് 92-93 വയസ്സായിട്ടായത്. 93 വയസ്സ്. 5 വയസ്സ് മുതൽ ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും കാണുന്നുണ്ട്. നമ്മൾ തന്നെ നിലെല്ലാം കുത്തിയിട്ടെല്ലാം നമ്മൾ തന്നെ കൊണ്ടു കൊടുത്തു. ഞാൻ ഒരു കാര്യം ചോദിക്കാം, അന്ന് ഇപ്പോൾ ഒരു 94 കൊല്ലം മുൻപേലും ഈ ഇതെങ്ങനെയായിരുന്നു ഇവിടെ? 94 കൊല്ലം മുമ്പ് ഞങ്ങൾക്കെല്ലാം കേട്ട അറിവുകൾ മാത്രമാണ്. കാഴ്ചയുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. വലിയ ബിൽഡിങ്ങും ഈ പറയുന്ന പുതിയ കാലഘട്ടത്തിന്റെ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത്. ആ ഒരു 90 കൊല്ലത്തിന് മുന്നേ ഇല്ല, അതൊന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? അതിങ്ങനെ പറയുന്ന കേട്ടതാണ്. മൂപ്പര് കുന്നത്തൂർ പാടിയിൽ രണ്ടാളും കൂടെ പുറപ്പെട്ടും. എന്താണെന്ന് വെച്ചാൽ ആടെ കുളിക്കാനും ഭക്ഷണത്തിനെല്ലാം ഇത് രാജപദവിയിൽ നിൽക്കുന്നതാണ് നമ്മൾ തിരുവപ്പന. നല്ല ഭക്ഷണം വേണം, നല്ല കുളിയും ജപവും അതെല്ലാം വേണം. കുന്നത്തൂർ പാടിയിൽ അതൊന്നുമില്ല. മൂപ്പർ പറഞ്ഞ് നമുക്ക് അങ്ങനെ വെള്ളം നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ആ കുന്നത്തൂർ പാടിയിൽ നിന്ന് മേലെ നിന്ന് കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമ്മൾ കണ്ണപുരം കാണും. കടലോട് കണ്ണപുരം കണ്ടു എന്നാണ് പറയുക. കടൽ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ഇപ്പം പോയാലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വെള്ളത്തിൻ്റെ ഇങ്ങനെ കാണാം. അത് നോക്കിയിട്ട് രണ്ടാളും കൂടെ കയ്യും പിടിച്ചിട്ട് വന്നു. കൈ പിടിച്ച് വന്ന് ആടുന്ന് മൂപ്പർ എന്ന് പണിയെടുത്ത് കണ്ണപുരത്തേർത്ത് ആടെ കുളിക്കേണ്ട സ്ഥലവും ഇല്ല, ബാക്കിയുള്ള ഭക്ഷണത്തിൻ്റെ ഒന്നുമില്ല മൂപ്പർക്ക്. ആടെ മൂപ്പർ പറഞ്ഞു, ഞാനൊരു ശരം എടുത്തിട്ട് എറിയ, നീ അതിൻ്റെ പിന്നാലെ പോടുമെന്ന് പറഞ്ഞ് വെള്ളമെടുത്തോട്. വെള്ളമായിട്ട് നേരെ ആ ശരത്തിന് നോക്കി വന്നപ്പോൾ തറച്ചത് ഇടയാണ്. ചീങ്ങാപ്പൂവിൻ്റെ അതാണ് ചീങ്ങാപ്പൂവിൻ്റെ കാടാണ് ഇവിടെ. അന്നേരം ഇവിടെ ഒന്നും ആൾക്കാരൊന്നും നിൽക്കാത്ത സ്ഥലമാണ്. ആ കാട്ടിലാണ് വന്ന് തറച്ചത്. മൂപ്പറോട് പറഞ്ഞ് ആ ഇരുമ്പിൻ്റെ കമ്പി കണ്ട സ്ഥലത്ത് നീ അവിടെ നിൽക്ക്, എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. മൂപ്പറാടെ നിന്നു. അപ്പോഴത്തേക്ക് ഒരു വെള്ളം ഇവിടുന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. മീനെ പിടിച്ചിട്ട് മീന് കൊളത്തിയിട്ട് കിട്ടിയിട്ട് ഇന്ന് വലിച്ച് ചാടുമ്പോൾ ഈ കമ്പീൻ്റെ അടുത്താണ് പോയി വീണേ. മീനാടെയായി. മീന് എടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് കഴിയുന്നില്ല. എടുക്കുമ്പോൾ പെട്ടെടുപ്പെടുക്കുന്നുണ്ട്. അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെങ്ങനെ അപ്പോൾ എടുക്കണമെന്ന് വെച്ചാൽ പരിശ്രമിച്ചിട്ടൊന്നും കിട്ടില്ല. വയ്യ ഒരു ഏറ്റുകാരനുണ്ട്, കള്ളും കൊണ്ട് കയറിയിട്ട് വരുന്നു. ഓനോട് പറഞ്ഞു, എടോ നീ വന്നാട്ടെ, ഈ കള്ളാട വെച്ചിട്ട് നീ ഒരിക്കാൻ മീനിങ് എടുക്കുന്നുണ്ട്. കള്ളാട വെച്ചു. ഈ ചെറുപ്പല്ലേ തൂക്കിയത് അതെടുത്ത് അവിടെ വെച്ച് അയാൾക്കും ഇത് എടുക്കാൻ കഴിയുന്നില്ല. ഇതെന്തൊരു അതിശയം വിചാരിച്ചിട്ട് അവർ ചിന്തിച്ച് അപ്പോഴേക്ക് നമ്മളെ തറവാടെല്ലാം അന്നേരം ഇവിടെ വീടും ഇതൊന്നുമില്ല, കുറച്ച് ആ കരക്കോട്ടാണ് കുന്നമ്മലെന്ന് പറഞ്ഞാൽ. അവിടെയാണ് നമ്മളെ കാരണവന്മാരും ആൾക്കാരെല്ലാം താമസിക്കുന്നത്. അവരോട് പോയി പറഞ്ഞ് അവർ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാ കാണുന്നത്. എടുക്കാൻ കഴിയുന്നില്ല, സംഗതി എടുക്കാൻ കഴിയുന്നില്ല. വയ്യ ലാസ്റ്റിൽ ഇതെന്തെന്നാണ് ഒരു അതിശയം വിചാരിച്ചിട്ട് ബണ്ണാനും മലയനെല്ലാം നിൽക്കുന്ന സ്ഥലമായത്. ബണ്ണാന്മാരെ വിളിച്ചു. അവർക്ക് കലാകാരന്മാരാണ്. അവർക്ക് ആ രൂപം കാണിച്ചു കൊടുത്തു, വെള്ളാട്ടത്തിൻ്റെ രൂപം. അവർ മനസ്സിലാക്കി ഇന്നതാണ് സംഗതി എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റേ ആളും വന്നു, രണ്ടാളും കൂടെ. അവിടെ എന്നിട്ട് ഈ മീനും കള്ളും മാത്രമാണ് പൈൻകുറ്റിന്ന് വെക്കുന്ന സാധനം. ഒരു ചടങ്ങാണ് ഇന്നും തുടരുന്നത്. കള്ളും മീനുമാണ് ഇവിടുത്തെ പൈൻകുറ്റി. അതാണ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. അല്ല ആ സമയത്ത് ഇപ്പം ഡൽഹിയിൽ നമുക്ക് അറിയുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഇവിടുത്തെല്ലാം പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇത്ര വിപുലീകരിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല, വെറും കാടല്ലേ, വളരെ ആളുകൾ കുറഞ്ഞ ഒരു ഒന്നുമില്ല. മടപ്പുരയൊന്നും എടുത്തിട്ടില്ല അന്നേരം, ഒന്നുമില്ല. വെറും കാട്ടിൻ്റെ ഉള്ളിൽ ഇത് വെച്ചു കൊടുക്കലാണ്. അത് ഈ കാരണന്മാർ വന്നിട്ട് അത് ആക്കി മീനും ഇത് വന്നു. അവിടെ നിന്നാണ് പിന്നെ ഇത് വന്നിന് അരിങ്ങാടെല്ലാം വയ്യ വന്നത്. ചെറുപയര് പൊങ്ങിച്ചതെല്ലാം വയ്യ ലാസ്റ്റിൽ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അതുപോലെ ചെയ്യലാണ്. പിന്നില്ലേ ഈ സാധാരണ ഞാൻ പറഞ്ഞത് ഇപ്പം വിവിധ ജാതി മതത്തിലെ ആളുകളെല്ലാം ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നില്ലേ, വളരെ അങ്ങനെയുള്ള അനുഭവങ്ങൾ. ഇവിടെ എല്ലാ ജാതിക്കാരും വേണം. ആശാരി വേണം, മൂശാരി വേണം, തട്ടാൻ വേണം, കൊല്ലം വേണം, പൊലയം വേണം, എല്ലാവരും വേണം. എല്ലാവരും ഇവിടുത്തെ അവകാശങ്ങളാണ്. ഒരു സർവ്വ അതായത് ജാതി പദം ഭേദം എന്നെ എല്ലാ ഭക്തന്മാരും ഒരേപോലെ ആശാരി കയ്യിൽ കൊണ്ട് കൊടുക്കണം. പുത്തരി വെള്ളാട്ടം എന്ന് പറഞ്ഞ ദിവസം പുതിയ കയ്യിൽ ആശാരിയാണ് കൊണ്ട് കൊടുക്കണ്ടേ. തട്ടാൻ
ഇവിടുത്തെ ആഭരണങ്ങളെല്ലാം ആക്കുകയും വേണം, തട്ടാൻ ബാളും അതെല്ലാം തട്ടാനാക്കണം. അതായത് മൂച്ചാരി തട്ടാൻ കൊല്ലനും അങ്ങനെ തന്നെ ബാളെല്ലാം വേണം, ബാക്കിയുള്ളതെല്ലാം വേണം തട്ടാൻ. പിന്നെ പോലെയാണ് ഇവിടെ ഈ നമ്മളൊരു കുരിയാന്ന് പറഞ്ഞ സാധനമുണ്ട്, പെണ്ണുങ്ങൾ മടങ്ങിയിട്ടുണ്ടാക്കുന്ന. ബാക്കിയുള്ള ഒരു നല്ല പാത്രത്തിനും വെള്ളീൻ്റെ പാത്രവും പൊന്നിൻ്റെ പാത്രവും ഒന്നും മൂപ്പർക്ക് വേണ്ട. ഉണ്ടാക്കുന്ന ഒരു കുരിയ പോലത്തെ അതാണ് നിങ്ങൾക്ക് കാണാം വിലക്കൊട്ടിനടുത്ത് വന്നാൽ. അതിൻ്റെ അകത്താണ് ഈ സാധനമെല്ലാം നമ്മൾ കൊണ്ടു കൊടുക്കുക. അരി, ചെറുപയർ, അരിയെല്ലാം അടുത്തേക്ക് കൊണ്ടു കൊടുക്കുന്നത് അതിൻ്റെ അകത്താണ്. അതിപ്പം പഴയതാകുമ്പം ചെറിയ വെള്ളാട്ടായും എല്ലാം പുതിയത് വേണം, ഒന്നും പഴയത് പറ്റൂല മൂപ്പറ്. ഞാൻ വേറൊരു കാര്യം, കാരണം വെച്ചാൽ ഇപ്പം ഇത്രയും പ്രായം പറഞ്ഞല്ലോ, ഈ പുതിയ തലമുറയായിട്ട് എങ്ങനെ സമരസപ്പെട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ഈ ചടങ്ങുകളെല്ലാം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ആളുകൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിപ്പം കാലത്തിനനുസരിച്ച് ആളെ മാറ്റി തിരുത്തിക്കൊണ്ട്, അപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ചടങ്ങുമായിട്ട് ഇങ്ങനെ സമരസപ്പെട്ട് പോകാൻ പറ്റുന്നുണ്ട്? വയസ്സാകുന്നതിന് മുമ്പേ ഞാൻ തന്നെ എല്ലാം കൊണ്ടു കൊടുക്കല്. ഇപ്പം അങ്ങനെ പ്രധാനപ്പെട്ട ദിവസം ഞാൻ ഒന്നിച്ച് കൂടെ പോകണം, എന്നാലും എടുത്ത് അവിടെ വെച്ച് കൊടുക്കണം. ചടങ്ങുകളെല്ലാം കൃത്യമായിട്ട് നോക്കാലില്ലേ എല്ലാ കാര്യങ്ങളും? അല്ല, അത് അവർ ചിലപ്പോൾ എന്തെങ്കിലും ഈ പുതിയ തലമുറക്ക് അറിയാത്തെല്ലാം വരുമ്പോൾ ദേഷ്യപ്പെടുമോ? ദേഷ്യപ്പെട്ടിട്ടെന്നാ വേണ്ടേ? ദേഷ്യമെല്ലാം വരും. ചെയ്യേണ്ടത് ചെയ്യാഞ്ഞാൽ നമുക്ക് സങ്കടമല്ലേ വരുവാ, ദൈവത്തിനാട് എത്തിക്കാഞ്ഞാൽ. അതിൽ വളരെ കാരണം ചെയ്യുന്ന ചടങ്ങുകൾ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന ചടങ്ങുകൾ വ്യതിചലിക്കാതെ കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു സമയമുണ്ട്. 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മളവിടെ പിന്നെ പൈൻകുറ്റി വെക്കേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കണം. മീനും ഇവിടുന്ന് മുറിച്ചിട്ട് കൊടുക്കണം, ഇവിടുന്ന് തറവാട്ടിൽ നിന്ന് തന്നെ. ഇപ്പം എല്ലാം കൂലിക്കാളിയാക്കിയിട്ടാണ് മീൻ മുറിച്ചിട്ട് കൊണ്ട് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള പ്രസാദത്തിൻ്റെ ഇത് അവിടെ കൊണ്ട് കൊടുക്കണം. അരി ഇതൊക്കെ നോക്കുക ലീലമ്മ. ഇതിപ്പോൾ ഞാൻ നേരത്തെ കണ്ടതുപോലെ പിന്നെ ഈ ഇതിൽ ചെയ്യുന്ന ആ ചടങ്ങിന് ചെയ്യുന്ന നിവേദ്യം ഉണ്ടാക്കുന്നില്ലേ, അതെല്ലാം കൃത്യമായിട്ട് എല്ലാം നോക്കലുണ്ടോ? ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ നോക്കലുണ്ടോ? ആദ്യത്തെ പുത്തരി വെള്ളാട്ടം എന്നിട്ടൊരു ദിവസമുണ്ട്. അന്ന് നമ്മൾ തന്നെ നെല്ല് പുഴുങ്ങാൻ സങ്കല്പത്തിന് ഇന്നും നമ്മൾ തന്നെ പുഴുങ്ങണം. ചെമ്പെല്ലാം നെല്ലും പാത്രമെല്ലാം അവിടെ വെച്ച് നമ്മൾ ആദ്യം ചെമ്പിൽ പുഴുങ്ങേണ്ട നെല്ലെല്ലാം ഇട്ട് കൊടുക്കണം. അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം ഉണ്ട്. അങ്ങനെ ആദ്യം പുത്തരിക്ക് നെല്ല് കുത്തുന്നത് നമ്മൾ തന്നെ ആദ്യം കുത്തി, എന്നിട്ട് നമ്മൾ കൂലിക്കാറിയാക്കും. ഒരു 3-4 കൊല്ലമൊക്കെ നമ്മൾ കുത്തി വയ്യ പെണ്ണുങ്ങളോട് പറയും നിങ്ങൾ കുത്തി എന്ന് പറയും. എല്ലാ ചടങ്ങുകളും പതിവ് പോലെ അതേപോലെ മാറ്റങ്ങൾ ഇതുവരെ കാർക്കശ്യം ഉണ്ടല്ലോ, അതിൽ ഭയങ്കര ഉറപ്പായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ള വാശിയുണ്ട്. അപ്പം നേരത്തെ ഞാൻ ചോദിച്ച പോലെ ഇപ്പം ചിലപ്പോൾ പുതിയ തലമുറക്ക് ഒന്ന് മാറ്റിയാലോ എന്ന് കാണുന്ന സമയത്ത് വിഷമവും വരും, ദേഷ്യവും വരും. അത് ഇവർക്കെല്ലാം കിട്ടുക. ഒന്നും ഇത്ര വരെ മറവിയൊന്നുമില്ല. എല്ലാ കാര്യവും സമയത്തിന് കൊടുക്കണം, ആക്കണം എന്നുള്ള. സമയത്തിന് കൊടുക്കാഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, സങ്കടവും വരും. അതിന് കൃത്യത ഉണ്ടാവില്ല, ആ കാര്യത്തിൽ നമ്മളെല്ലാം കൃത്യത വരുത്തുന്നത്. പിന്നെ ഈ കഴകപ്പുരയിലുള്ള പല സവിശേഷമായ ചടങ്ങുകളും പിന്നെ ലീലമ്മ പറയുകയുണ്ടായി. ഇപ്പം പുതിയ മടയനൊക്കെ പിന്നെ അവരോധിക്കുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ, പുതിയ മടയനായിട്ട് വരുന്നത്. ആ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന മറ്റു ചടങ്ങുകൾ എന്തൊക്കെയാണ്? പുതിയ മടയനായിട്ട് നിൽക്കുന്ന മടയൻ ഇവിടെ വന്ന് നിൽക്കണം. നമ്മൾ മൂത്ത ആരാ മടയനാകുന്ന അയാൾ ഇവിടെ വന്ന് നിൽക്കണം. എന്നിട്ട് തിരുവപ്പനയും വെള്ളാട്ടം അപ്പുറം ഉണ്ടാവുക, അവിടെ ഉണ്ടാവുക. ആ ആടുന്ന് തിരുവപ്പന വെള്ളാട്ടത്തിന് പറഞ്ഞേക്കും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാൾ വെള്ളാട്ടം വന്നിട്ട് ഇവിടുന്ന് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി പുഴയിൽ നിന്ന് മുങ്ങിക്കുളിച്ച് മടപ്പരേൻ്റെ ഉള്ളിൽ കയറി അവിടുത്തെ പട്ടും പുതിയ വസ്ത്രം ഉണ്ടാവില്ല, ഉടുക്കേണ്ട വസ്ത്രവും അതെല്ലാം ചുറ്റിക്കെട്ടിയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ദൈവം പൊന്നിൻ്റെ വള ഇട്ട് കൊടുക്കും, മടയൻ ഇട്ട് കൊടുക്കുന്ന പൊന്നിൻ്റെ വള. മടയന് അതിൽ അന്നേരം കോലം തിരുവപ്പനയാണ് ഇട്ട് കൊടുക്കുക. അന്നേരം 3 പ്രാവശ്യം വിളിക്കും മടയാന്ന്. എന്നിട്ട് മൂപ്പറപ്പുരം 3 പ്രാവശ്യം വലം വെക്കണം, മടപ്പുരം വലം വെക്കണം. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കടകപ്പുരയിലേക്ക് വരുമോ? ഇല്ല, പിന്നെ തിരുവപ്പന കഴിഞ്ഞാലേ വരില്ല. അന്ന് മാത്രമേ നമ്മൾ പുതിയ മടയനായിട്ട് മടപ്പുരേൻ്റെ ഉള്ളിൽ കയറുള്ളൂ ആദ്യമായിട്ടും. എല്ലാവർക്കും ഒന്നും അങ്ങനെ മടപ്പുരേൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റൂല. അങ്ങനെ പുറത്തുള്ള മടയന്മാർ അവിടെയുള്ള അവരെ മടപ്പുരയിൽ അടിയന്തരെല്ലാം കഴിക്കുന്നവരെയാണ്. പിന്നെ നമ്മൾ ഒരാൾ മാത്രമായി പോവില്ലേ. അപ്പോഴൊക്കെ ഇവിടെ അടുത്തില്ല മയിലുള്ളൊരു മടയനുണ്ട്, പിന്നെ ഇവിടെ 4-5 മടയന്മാരുണ്ട്. അവർ ഇവിടെ വന്നിട്ട് അങ്ങനെ നിൽക്കും 10 ദിവസം 1 മാസമെല്ലാം. പിന്നെ രാത്രി അന്ത്യയിലെല്ലാം തുള്ളണം. പണ്ടത്തെ നമ്മളെ അമ്മാവന്മാർ അന്ത്യയിലെല്ലാം തുള്ളിയിട്ട് അങ്ങ് കുളത്തിൻ്റെ അടുത്തെല്ലാം പോകണം.
കുന്നമ്മ തറവാട് എന്നിട്ടാണ്. ആ ഒരു മടയൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മടയനാകുന്ന സമയത്ത് ഇവിടുന്ന് ദൈവത്തിൻ്റെ ധർമ്മദൈവം എന്നിട്ട് കെട്ടും. ഓരോ മടയൻ ആദ്യത്തെ മടയൻ്റെ പേര് വെച്ചിട്ട് ആദ്യം ഒരു മടയൻ അല്ല ഒരു ധർമ്മദൈവം കിട്ടി. അങ്ങനെ ഇപ്പം 4-5 മടയന്മാരായിന്. ഓരോരാളെ പേര് വിളിച്ചിട്ട് ആദ്യം ഒരു ദൈവം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഓറ് മരിച്ചതിന് ശേഷം രണ്ടാമത്തെ ആൾ വന്ന് അങ്ങനെ 4-5 മടയനായിട്ട് ഇപ്പം ഉണ്ട്. 6 മടയൻ്റെ വരെ 6 ധർമ്മദൈവം ഉണ്ടാവും. പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ആദ്യത്തെ ഉണ്ടാവും. പേര് വിളിച്ചിട്ട് തന്നെ ധർമ്മദൈവം കെട്ടിയാടിക്കണം. എന്നാൽ പേര് വിളിക്കുക ഓരോരോ മടയൻ മാറുന്നു. അത് കഴിഞ്ഞിട്ടാകുമ്പം ആ മടയൻ്റെ സ്ഥാനം പോയി പിന്നെ ഈ 6 ഉണ്ടാവില്ല. 7ാമത്തെ മടയൻ ആദ്യം 1ാമതായിട്ട് വരികയാണ്. അത് നമ്മൾ അവരവരെ നമ്മളും കാരണന്മാരും മക്കളും എല്ലാം നമ്മളെല്ലാം സ്വീകരിക്കണം. എരിയെറിഞ്ഞിട്ട് ബീത്തെല്ലാം കൊടുക്കണം. ഇവിടെ മടയനേക്കാളും മൂത്തത് എപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കും. പെണ്ണുങ്ങളെ ആ തിണമ്പിൽ നമുക്കവിടെ ഇരിക്കാം. ആ തിണേൻ്റെ മേലെ അതേ സ്ഥാനം അല്ലെങ്കിൽ അതിനും ഉയർന്നൊരു സ്ഥാനമാണ് ആ സ്ത്രീക്ക്. മൂത്ത സ്ത്രീ ആണെങ്കിലും നമ്മളെ അമ്മമ്മയെല്ലാം അവിടെയായിരുന്നു കിടക്കൽ. അതിൻ്റെ മുകളിൽ തന്നെ കിടക്കുക. ഓരോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പെണ്ണുങ്ങൾ നോക്കി നടത്തലാണ്. അന്നേരം ആണുങ്ങൾ പിന്നെ ചെറുപ്പക്കാരായിരുന്നു. കാസർഗോഡ് വിഷൻ്റെ ടോപ്പ് ടൈമിന് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയ പ്രേക്ഷകരെ, കാസർഗോഡ് വിഷൻ്റെ ഈ ടോപ്പ് ടൈമിൽ നമ്മൾ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തത് പറശ്ശിനി മടപ്പുര ക്ഷേത്രത്തിലെ കഴകപ്പുരയിൽ നിന്നാണ്. ഈ കഴകപ്പുരയിൽ നമ്മോടൊപ്പം ഈ എപ്പിസോഡിൽ അതിഥിയായിട്ടുള്ളത് ലീലാമ്മ, 94 വയസ്സുള്ള ലീലാമ്മയാണ്. ആ അമ്മമ്മ എന്താണെന്ന് വെച്ചാൽ കഴകപ്പുരയിലെ തിരുവപ്പന മുത്തപ്പ ചടങ്ങുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ സവിശേഷമായ ചടങ്ങുകൾ ദീർഘകാലമായിട്ട് വളരെ കൊല്ലങ്ങളായിട്ട് ഒരു മുറ തെറ്റാതെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ചടങ്ങിന് സാന്നിധ്യം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മടപ്പുരയിലെ ഏറ്റവും മുതിർന്ന കുടുംബാംഗം ലീലാമ്മയാണ് നമുക്കിന്ന് അതിഥിയായിട്ടുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം, നന്ദി.